പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അതെ, കൈൻമാസ്റ്റർ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ അതെങ്ങനെ ഉപയോഗിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീഡിയോ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർക്കും ഉപയോഗിക്കാൻ അറിയാത്തവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയി മാറും. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ്റെ 90% ഉപയോഗിക്കാൻ പഠിച്ചതെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടാതെ എൻ്റെ സ്ക്രീനിലും ഞാൻ വീഡിയോ ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കൈൻമാസ്റ്റർ ഡയമണ്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ പരിചയപ്പെടുത്തിയതുമാണ്. നമ്മൾ ആദ്യമായി ഇവിടെ ഹോളത്തിൽ കണ്ടോ പ്ലസ് ബട്ടൺ, അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള റേഷ്യോ 16:9 ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇവിടെ ഒന്നും കാണുകയില്ല. നമുക്ക് റൈറ്റ് സൈഡിൽ ടോപ്പിൽ മീഡിയ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറിയിലുള്ളതും ഫയൽസിലുള്ളതും എല്ലാ വീഡിയോയും അതിനകത്തുണ്ട്. അതിന് ഇഷ്ടമുള്ള വീഡിയോ നമുക്ക് അതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് ടൈം ലൈനിലേക്ക് എല്ലാം ആഡ് ആവുന്നതായിരിക്കും. ഞാനിവിടെ 2 വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കിത് മനസ്സിലായെന്ന് കരുതുന്നു. താഴെ ഇപ്പോൾ വീഡിയോ പ്ലേ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. സൗണ്ട് ഞാൻ കുറയ്ക്കുകയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടി. പ്ലേ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എത്ര വീഡിയോ വേണേലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ താഴെ നമ്മുടെ വീഡിയോ ഓടിപ്പോകുന്ന സ്ഥലം കണ്ടോ, അവിടെയാണ് നമ്മുടെ ടൈം ലൈൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞങ്ങൾ വീഡിയോ കാണിച്ചു തരാം. വീഡിയോയുടെ ശബ്ദം ഞാൻ പരമാവധി കുറയ്ക്കുകയാണ്, കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, വീഡിയോ ഇമ്പോർട്ട് ചെയ്യുക. അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ ട്രിമ്മിങ്. വീഡിയോ ട്രിം ചെയ്യാനായി നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ്റെ സഹായം തേടണ്ട. ഇതിനകത്ത് തന്നെ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ട്രിം ചെയ്യുന്ന നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോ സെലക്ട് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ഭാഗം വരെ ട്രിം ചെയ്തെടുക്കുക. എക്സ്റ്റെൻഡും ചെയ്യാം, ട്രിമ്മും ചെയ്യാം. നമുക്ക് ആവശ്യാനുസരണം ഏത് വീഡിയോ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ട്രിം ചെയ്തെടുക്കാം. ആവശ്യാനുസരണം ട്രിം ചെയ്തെടുക്കാം നമുക്ക് ആവശ്യമുള്ള പോലെ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത സ്റ്റെപ്പ് സൗണ്ട് ക്വാളിറ്റി. എല്ലാ യൂട്യൂബറും പ്രശ്നമാണ് വീഡിയോയ്ക്ക് ക്വാളിറ്റി ഇല്ല. അത് സൗണ്ട് ക്വാളിറ്റി ആവാം, വീഡിയോ ക്വാളിറ്റി ആവാം. നമുക്ക് സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉപകാരപ്പെടുത്താം ഇതിനകത്ത്. ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ കാണിച്ചത്, നമ്മൾ ഈ ടൈം ലൈനിൽ പോകുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ റൈറ്റ് ടോപ്പിൽ വോളിയം എന്നൊരു ഓപ്ഷൻ, അവിടെ നമ്മൾ 200 ആയ കംപ്രസറും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോക്ക് നല്ല ശബ്ദം ലഭിക്കും. വീഡിയോയിലേക്ക് പോകാം. കാണാം ഇല്ല, എനിക്കിപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ വോളിയം നമുക്ക് ഇതിനകത്ത് ഇൻക്രീസ് ചെയ്യാം. വേറൊരു ആപ്ലിക്കേഷൻ്റെ സഹായം വേണ്ട. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ക്രോമാക്കിയെ കുറിച്ചാണ്. ക്രോമാക്കി എന്താണെന്ന് വെച്ചാൽ, പല യൂട്യൂബ് വീഡിയോയിലും നിങ്ങൾ കണ്ടു കാണും ഒരുപാട് ഗ്രീൻ സ്ക്രീൻ വീഡിയോസ് എന്ന് പറഞ്ഞു. ഇതുപോലുള്ള ഗ്രീൻ സ്ക്രീൻ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ്, ഇത് നമുക്ക് ഈ ഗ്രീൻ സ്ക്രീൻ ഇല്ലാതെ എങ്ങനെ ഉപയോഗിക്കാം, അതാണ് ക്രോമാക്കി എന്ന് വെച്ചാൽ. ആ ക്രോമാക്കി കാണിച്ചു തരാൻ ആ വീഡിയോ ജസ്റ്റ് ആ ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്രോമാക്കി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്.
അവിടെ പ്രസ് ചെയ്ത് അതൊന്ന് എനേബിൾ ചെയ്യുക, ക്ലിക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അത് പോയി, ആ ഗ്രീൻ സ്ക്രീൻ പോയി, കണ്ടോ? ഇപ്പോൾ ആ പച്ച കളർ ഇല്ലാതെയാണ് സബ്സ്ക്രിപ്ഷൻ വീഡിയോ വരുന്നത്. നമുക്ക് ആവശ്യാനുസരണം ഏത് സ്ഥലത്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് കൊടുക്കാം സബ്സ്ക്രിപ്ഷൻ വീഡിയോ. ഇതുപോലുള്ള ഗ്രീൻ സ്ക്രീൻ വീഡിയോകളിലെ ഗ്രീൻ സ്ക്രീൻ്റെ അതായത് പച്ച കളർ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്രോമക്കി എന്ന പോർഷൻ എനേബിൾ ചെയ്യുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആവശ്യമുള്ളിടത്ത് ഇതുകൊണ്ട് വെക്കാം, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെയാണ് ഗ്രീൻ സ്ക്രീൻ വീഡിയോ അങ്ങനെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ആ പച്ച കളർ ഒഴിവാക്കി ക്രോമക്കി ഓപ്പൺ ചെയ്ത് അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ടെക്സ്റ്റ്. അതായത് നമ്മുടെ ചാനലിൻ്റെ പേര് ഒക്കെ വീഡിയോയിൽ ആവശ്യമാണ് എല്ലാവർക്കും. ചാനലിൻ്റെ പേര്, അതായത് നമ്മുടെ വ്യക്തിയുടെ പേര് എല്ലാം നമുക്ക് ആവശ്യമാണ്. അത് ജസ്റ്റ് ലെയർ എടുത്ത് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ വീഡിയോയിൽ കീബോർഡ് വരും. കീബോർഡ് വന്നിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര്, അതായത് എൻ്റെ ചാനലിൻ്റെ പേര് യൂട്യൂബേഴ്സ് ടിപ്സ് മലയാളം എന്നാണ്. ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ കാണിച്ചു തരാം. യൂട്യൂബേഴ്സ് ടിപ്സ് മലയാളം ഞാൻ ചെയ്യുകയാണ് അവിടെ. എൻ്റെ ചാനലിൻ്റെ പേര് യൂട്യൂബേഴ്സ് ടിപ്സ് മലയാളം. ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളെ വ്യക്തമായ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് ഒരു സംശയമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ വന്നു യൂട്യൂബേഴ്സ് ടിപ്സ് മലയാളം എന്നാണ്. ഇനി നമുക്ക് എവിടെ വീഡിയോയിൽ ഏത് ഭാഗത്ത് വേണേലും ഇതുകൊണ്ട് വയ്ക്കാം. അതായത് നമുക്ക് പിന്നെ ഇതിൻ്റെ കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലുണ്ട് സർക്കിളിനകത്ത് വൈറ്റ് കളർ, അവിടെ സെറ്റ് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള കളറും ലഭിക്കും. നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ ചാനൽ ഏതാണോ ആ പേര് ടൈപ്പ് ചെയ്താൽ മതി. ഞാനൊന്ന് വീഡിയോ പ്ലേ ചെയ്യാൻ നോക്കുകയാണ്. നമുക്കിവിടെ ഫോണ്ടും മാറ്റാം, കളറും മാറ്റാം, ആനിമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ വീഡിയോയിൽ പുറകെ കാണിച്ചു തരാം ആനിമേഷൻ അതെന്താണ്. ഇതിൻ്റെ കളറൊന്ന് മാറ്റി കാണിച്ചു തരാം. ഇപ്പം ഞാൻ റെഡ് കളർ സെറ്റ് ചെയ്യും, ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ എനിക്ക് കാണാം യൂട്യൂബ് സ്റ്റിച്ച്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണ്ടൊന്ന് മാറ്റുകയാണ്. ഇപ്പോൾ പല ഫോണ്ട് പല കളറും ആക്കാം. നമുക്ക് ടെക്സ്റ്റ് പല രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം. വീഡിയോയിൽ നമ്മുടെ ചാനലിൻ്റെ പേര് ആവശ്യാനുസരണം ഏത് റൈറ്റ് സൈഡ് വേണോ ലെഫ്റ്റ് സൈഡ് വേണോ അത് താഴെ വേണോ മേളിൽ വേണോ എവിടെ വേണം സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ സെറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്തിട്ട് ചിലവരൊക്കെ ആവശ്യമായിരിക്കും ഈ വീഡിയോയിൽ നമ്മുടെ പേര് കാണണം, പക്ഷെ അതത്ര തെളിഞ്ഞ് കാണരുത്. വൈറ്റ് കളറിൽ തന്നെ അല്പം ലോ ലൈറ്റായിട്ട് കാണണം. അത് ഞാനിങ്ങനെ കാണിച്ചത്. ഇപ്പം ഞാൻ ശ്രീനാഥ് ആർക്കെന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആനിമേഷൻ്റെ അവിടെ നിന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ആൽഫ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാണ്. അവിടെ ജസ്റ്റ് നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ ഒപ്പാസിറ്റി ഒന്ന് റെഡിയാക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ട വീഡിയോയിൽ ലൈറ്റായിട്ട് ശ്രീനാഥ് ആർക്കെ എന്നും കൂടെ കാണാം. ഇതാണ് നമ്മൾ ടെക്സ്റ്റിനെ കുറിച്ച് പറയുവാണ്. ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പല കളർ റെഡിയാക്കി. അടുത്ത ഞാൻ ആനിമേഷനെ കുറിച്ചാണ് പറയുന്നത്. ആനിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ പല ടെക്സ്റ്റും ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേരാവട്ടെ എല്ലാം അതിനകത്ത് തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ തന്നെ നമ്മുടെ ആനിമേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആനിമേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പല ഇതുണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. നിങ്ങളതിന് ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എല്ലാം ഉണ്ട്. അതിന് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ 2.5 എന്നൊക്കെ പറയുന്നത് ഏറ്റവും സ്ലോ ആയിരിക്കും. ഔട്ട് ആനിമേഷൻ ഉണ്ട്. അതെങ്ങനെ മാറണമെന്നുള്ള സ്ലൈഡ് ലെഫ്റ്റ്, സ്ലൈഡ് അപ്പ്, QW അതുകൊണ്ട് 3.0 ഒക്കെ ഏറ്റവും സ്ലോ സ്പീഡാണ്. ഇതാണ് ആനിമേഷനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇവിടെ റെഡിയാക്കി നോക്കാം. അതിന് എങ്ങനെ വീഴണം, ഡ്രോപ്പായിട്ട് വീഴണോ, അങ്ങനെ എല്ലാം ആനിമേഷൻ ചെയ്യുന്നുണ്ട്. അതാണ് ആനിമേഷനെ കുറിച്ച് പറയാനുള്ളത്.
അടുത്തതായിട്ട് ഞാൻ പറയുന്നത് മിക്സിങ്. അതായത് ഒരു വീഡിയോ കഴിഞ്ഞ് അടുത്ത വീഡിയോയിലേക്ക് മിക്സ് ആകുന്നു എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ ഈ 2 വീഡിയോകൾക്കിടയിൽ കണ്ടോ ഒരു ബോക്സ് രൂപം, ഒരു ചെറിയൊരു ബോക്സ് രൂപം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും ലഭിക്കുക. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ അടുത്ത വീഡിയോ എങ്ങനെ വരണമെന്ന് ആക്കാം. പിന്നെ ചില്ലൊക്കെ പൊട്ട് പാക്ഡ് ഗ്ലാസ് എന്ന് പറഞ്ഞ രീതിയിലൊക്കെ ആക്കാം. അപ്പം ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചായിരുന്നു ഈ ഭാഗം. ഇപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് ചില്ല് പൊട്ടിച്ച കറിയ കണക്ക് വരും കണ്ടോ. പിന്നെ പല രീതിയിൽ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് മിക്സ് ചെയ്യാം. 3D ആയിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ്, അതായത് റൈറ്റിനൊക്കെ കൊടുക്കുന്ന ABC ഉണ്ട്, ടെക്സ്റ്റ് ട്രാൻസിഷൻ. ഇഷ്ടമുള്ള പോലെ നമുക്ക് ആനിമേഷൻ കൊടുത്ത് കണ്ടോ വീഡിയോ കാണാം. ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആനിമേഷൻ എന്ന് പറഞ്ഞ് വന്ന് അടുത്ത വീഡിയോയിലേക്ക് എങ്ങനെ പോകണം, ആനിമേഷൻ വഴിയാണോ അല്ലാതെയാണോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. അടുത്ത ഞാൻ പറയുന്നത് മ്യൂസിക്. അതായത് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതായത് നോ കോപ്പി റൈറ്റ് സോങ്. നമുക്കത് യൂട്യൂബ് സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. നമുക്ക് പല സൈറ്റുകളിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങളെ. മീഡിയയുടെ തൊട്ട് താഴെ തന്നെ ഓഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോണിലുള്ള മുഴുവൻ സോങ് കാണാം. അതിനകത്ത് പല നോ കോപ്പിറൈറ്റ് സോങ് ഉണ്ടല്ലേ. ഞാൻ ഒരെണ്ണം പ്ലേ ചെയ്ത് ആഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു നോ കോപ്പിറൈറ്റ് സോങ് കേൾക്കാൻ പറ്റും. ഇങ്ങനെ എനിക്ക് നമുക്ക് ആവശ്യമുള്ള നോ കോപ്പിറൈറ്റ് സോങ്. ഇപ്പോൾ ജാരിക്കോടെ തന്നെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു കോപ്പിറൈറ്റ് സോങ്ങാണ്. പ്ലസ് എന്ന ബട്ടൺ നിൽക്കുമ്പോൾ അത് നമ്മുടെ വീഡിയോയിൽ ആഡായി. ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മുടെ വീഡിയോയിൽ ആഡാവുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ എത്രത്തോളം ലെങ്താണോ അത്രത്തോളം വേണം ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ, പലതും ചെയ്യാം. അതായത് നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നോ കോപ്പിറൈറ്റ് സോങ് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് ആക്ട് നമുക്ക് വീഴാൻ സാധ്യതയുണ്ട്. ആ ഒരു വീഡിയോയുടെ ഫുൾ പോർഷൻ അത് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കോപ്പിറൈറ്റ് സോങ്. ഇത്രേ ഉള്ളൂ നമ്മുടെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അടുത്തതായിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്, എക്സ്പോർട്ടിങ്. നമ്മൾ കൈൻമാസ്റ്റർ ഫുൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് നമ്മുടെ ഫോണിൻ്റെ ഗ്യാലറിയിലേക്ക് ആക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ കാണാം 3 ഡോട്ടായിട്ട് ചെറിയൊരു ആരോ പോലെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോയിൽ ആരോ പോലുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റി ഫുൾ HD വേണോ, HD വേണോ, SD വേണോ, ഏതാണോ നമുക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റി അത് സെലക്ട് ചെയ്യുക. എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ്റെ അകത്താണ് അവിടെ പ്രസ് ചെയ്യുക. നമ്മുടെ വീഡിയോ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം അത് ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് എക്സ്പോർട്ടായി കഴിഞ്ഞ് നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് ആ വീഡിയോ റെഡിയായി കഴിഞ്ഞു അപ്ലോഡ് ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് കാണാം.